20 വർഷത്തോളം അവർ സ്വർണത്തിന് സക്കാത്ത് കൊടുത്തിട്ടില്ല, അത് ലോക്കറിലുണ്ട്, അതിൽ നിന്ന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. അപ്പോൾ ഈ സക്കാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർക്ക് ശിക്ഷയുണ്ടാകുമോ എന്നാണ് ചോദ്യം. അവിടെ നമുക്ക് പറയാനുള്ളത്, സക്കാത്ത് നൽകുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വർഷവും ഒരു ഹൗല് തികഞ്ഞാൽ നിർബന്ധ ബാധ്യതയാണ്. ആരെങ്കിലും മനഃപൂർവ്വം സക്കാത്ത് നൽകുന്നില്ലെങ്കിൽ അത് ഗുരുതരമായ തെറ്റായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നാൽ ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടോ മറ്റോ ആണ് അവർ സക്കാത്ത് കൊടുക്കാതിരുന്നതെങ്കിൽ നമുക്ക് പറയാനുള്ളത്, ഈ 20 വർഷത്തോളം സക്കാത്ത് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. അവിടെ ലാഭമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, സക്കാത്ത് കൊടുക്കാൻ മാത്രം പര്യാപ്തമായ സ്വർണമാണ് അവരുടെ കൈകളിൽ ഉള്ളതെങ്കിൽ അവർ ഈ 20 വർഷത്തെ സക്കാത്ത് ഖളാ വീട്ടണം. ഓരോ വർഷത്തിലേതും അവർ വീട്ടേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ ഇനി അവർ കുറ്റക്കാരായിത്തീരും. ഇതുവരെ ഉള്ളത് ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം. അവർ തൗബ ചെയ്യണം, ആത്മാർത്ഥമായി അവർ തൗബ ചെയ്യണം. അതേപോലെ തന്നെ ഈ 20 വർഷത്തെ സക്കാത്ത് കണക്കാക്കി അവർ അത് ഖളാ വീട്ടുകയും ചെയ്യേണ്ടതുണ്ട്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ പാർട്ടിന് മറുപടിയായി നൽകാനുള്ളത്. അതോടൊപ്പം ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന മുഴുവൻ ആളുകളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, സക്കാത്തിൻ്റെ വിഷയത്തിൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ല. ധാരാളം ആളുകൾ ഇതേപോലെ ബാങ്കിൽ പണമുള്ളവരുണ്ട്, സ്വർണമുള്ളവരുണ്ട്, സക്കാത്ത് കൊടുക്കാതിരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും പാടില്ല. ഓരോ ചന്ദ്രവർഷം പൂർത്തിയാകുമ്പോഴും ഒരു നിസാബ് തികഞ്ഞ സ്വർണമോ വെള്ളിയോ കറൻസിയോ അതിൻ്റെ മേലൊരു അറബി വർഷം പൂർത്തിയായാൽ അവർ അതിൻ്റെ നിശ്ചിത ശതമാനം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് മനസ്സിലാക്കുക. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. ബറക്കല്ലാഹു ഫീക്കും.